പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറിയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചെറിയ നോൻപ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരണത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥിതിയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചന വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത്, നീ എവിടെ നിന്ന് അതപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും. ആദ്യത്തെ പ്രവൃത്തികൾ എന്ത് തന്നെ, വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും. അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം. സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചിട്ട് കാര്യമില്ല. അനുതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുന്നതിന്റെ ബേസ്മെന്റ്, അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ദൈവം എടുത്തു കളയും. പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കണില്ലെന്നല്ല പറയണത്. അവർ അനുതപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും. എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ച് കളയെന്ന് പറയുന്നില്ലേ? അത് ഈ വെളിപാടിൻ്റെ കൂടെ പറയണതാണ്. 2:5-6
അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ട് വലിയ അനുതാപമില്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും. അനുതാപമില്ലാത്ത ആളില്ലേ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ തൻ്റെ ഭാര്യയൊക്കെ വീട്ടിലാക്കിയിരിക്കുകയാണ്, മറ്റു പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ്, എനിക്കൊരു അനുതാപവുമില്ല, നീ വിശ്വസിച്ചൊരു കാര്യമില്ല. കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത്. അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം നിൻ്റെ ദീപപീഠം എടുത്തു മാറ്റും, വിശ്വാസം എടുത്തു മാറ്റും. ഇപ്പം ചില അണ്ണന്മാർ എനിക്കൊരു വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവൻ്റെ യുക്തിവാദം ക്യാമത്വമൊന്നുമല്ല. ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്, പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീ ഈസ് നോട്ട് എലിജിബിൾ, അവൻ യോഗ്യനല്ലെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്, ആഗമനകാലം. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി, അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച്, അല്ലെങ്കിൽ 100 വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു, എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അക്സെപ്റ്റബിൾ അല്ല. സുവിശേഷത്തെ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണത്. വിശ്വസിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട്. അല്ലാതെ നിനക്ക് വായി തോന്നിയ പോലെ വെള്ളാങ്കണ്ണി പോയി ചില തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ്. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ ഒന്നെന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ അടിച്ചു മാറ്റി, എന്നിട്ട് നീ ഉപവസിച്ചാൽ ശരിയാവുക? അല്ല, അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു. ചിലപ്പോൾ നിൻ്റെ ജോലി വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം, എന്തും ആയിക്കോട്ടെ. ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്, ആ അവസ്ഥയെ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടേച്ചും നീ ബുധനാഴ്ച ഉപവസിച്ച് അതുപോലെ ശനിയാഴ്ച ഉപവസിച്ച അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുതാപം എന്ന് പറയുമ്പോൾ. അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത് ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ചു വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ്, അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ, അനുതാപം വേണമെങ്കിൽ, ആ ഒരു സത്യസന്ധമായ മനസ്സിന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ്. അതാണ് ഈ 11 നടപടി പുസ്തകം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. നടപടി പുസ്തകം 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം. പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കമുള്ള ഹൃദയം വേണം. ഈ ഒരുക്കം അതെന്നുവെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം, ഒരുക്കമുള്ള ഹൃദയം. അതും ആരാണ് തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. ചൊവ്വാഴ്ചത്തെ സങ്കീർത്തനം 119:32
ഒരുക്കമുള്ള ഹൃദയം ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ അങ്ങ് എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത്. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. With fervence, with enthusiasm, I will move through the verdict of God. ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം. കൽപ്പനകൾ പാലിക്കുകയല്ല, പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല. അത് ദൈവം തരുമ്പോഴാണ് തീഷ്ണത ഉണ്ടാകുന്നത്. ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുന്നതിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ആഗമനകാലം നല്ലൊരു ക്രിസ്മസായി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇവിടെ വരുമ്പം ജോസഫച്ചൻ്റെ പ്രാർത്ഥനയായിരുന്നു, ധ്യാനമായിരുന്നു, ഉടമ്പടി ധ്യാനം. ആ ധ്യാനം കേട്ട് രണ്ടുപേരും അവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, അമ്മയോട് പ്രാർത്ഥിച്ച്. എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. അന്ന് 5 മണി വരെയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയെല്ലാം കേട്ട്, ജോസഫച്ചൻ്റെ പ്രാർത്ഥനയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്നേച്ച് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുക എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അന്നേരം തന്നെ പോയി ഉടമ്പടി എടുത്ത് ഞങ്ങൾ 3 പേരും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. വൈകിട്ട് മോൻ ചെന്ന് വൈകിട്ട് കുളി കഴിഞ്ഞ് കയറി കഥ കടച്ചിരുന്ന് പ്രാർത്ഥിച്ച്, തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച്. പ്രാർത്ഥന രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചാൽ അമ്മ എങ്ങനെ ഉപവാസം എടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ എന്നും ചൊവ്വാഴ്ച 6 മണിയാവുമ്പം രാവിലെ കുളിച്ച് പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും കഴിക്കത്തില്ല. വൈകിട്ട് 6 മണി കഴിയാതെ ഞാൻ പിന്നെ ഒന്നും കഴിക്കത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കഴിക്കത്തുള്ളൂ. അങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 2 ചൊവ്വാഴ്ച ഉപവാസം എടുത്തു. 3-ാമത്തെ ഉപവാസ ആഴ്ച വരുന്നതിന് മുന്നേ തന്നെ അവന് അബുദാബിയിലേക്ക് പോകാനുള്ള ഒരു ജോലിയുടെ പേപ്പർ വന്നു എന്നെ കാണിക്കാതെ. ഇപ്പം മേശപ്പുറത്ത് കിടക്കുന്ന കണ്ട് എനിക്ക് ഇംഗ്ലീഷൊന്നും വായിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അടുത്തുള്ളൊരു കൊച്ചിനെ കൊണ്ട് കാണിച്ചു. മോളെ ഇതെന്തുവാ സുബിൻ്റെ എന്തേലും ബ്ലഡിൻ്റെ വല്ല റിസൾട്ടാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ല ചേച്ചി സുബിന് ജോലിയുടെ പേപ്പറാണ് ഇതെന്ന് പറഞ്ഞു. അവൻ വന്നേച്ച് പറഞ്ഞു അമ്മേ എനിക്ക് ജോലിയുടെ പേപ്പറാമ്മേ, എനിക്ക് നാളെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ മകൻ്റെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ 28 കെട്ടായിരുന്നു. അപ്പം 2 ദിവസം കൂടെ ഉള്ളായിരുന്നു. അവൻ വിളിച്ച് ചോദിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ 28 അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയോ? പറ്റത്തില്ല, 2 ദിവസത്തിനകം കയറിക്കണം, ഇല്ലേ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പറഞ്ഞു നമ്മെ എനിക്ക് നാളെ മാതാവിൻ്റെ അടുത്ത് വരണം. മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ച്, തിരുക്കുമാരനെയും കണ്ട് പ്രാർത്ഥിച്ചു. അവൻ പിറ്റേ ദിവസം ഇവിടുന്ന് കയറിപ്പോയി. അന്നേരം പോകുന്ന പോക്കിന് എന്നോട് പറഞ്ഞു അമ്മേ പള്ളിയിൽ എന്തോ അത്ഭുതം നടക്കുന്നുണ്ടമ്മേ. ഞാൻ പറഞ്ഞു ഉണ്ട്, മാതാവിൻ്റെ അത്ഭുതമാണ്, കണ്ടില്ലേ അവിടെ വരുന്ന ജനങ്ങളെയൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. അവൻ പോയപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എൻ്റെ അടുത്ത് മാതാവ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സ്വപ്നം കാണിച്ചു. എല്ലാ കൂട്ടുകാരും എൻ്റെ അടുത്ത് വന്നു, നീ മാത്രം വന്നില്ല, നീയും വരുമ്പം നിനക്കും ഞാൻ ജോലി തരാമെന്ന് പറഞ്ഞില്ലേ, ഇപ്പം എന്തേ കണ്ടോ നിനക്ക് ജോലി കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അവനങ്ങനെ കയറിപ്പോയി. നല്ല ജോലി, അവൻ പഠിച്ച ജോലി തന്നെ കിട്ടി, നല്ല ജോലിയായി. പിന്നെ അടുത്ത സാക്ഷി എൻ്റെ 2ാമത്തെ മകൻ്റെയാണ്. 2ാമത്തെ മകൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അത് അടുത്തുള്ള തിരുവല്ലയിൽ തന്നെ ഒരു ജോലിയാണ്. ആ ജോലിയെല്ലാം കിട്ടി കഴിയുമ്പോൾ അവന് പുറത്ത് പോകാൻ UK പോകാനായിട്ട് നോക്കി. അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയായി വന്നപ്പം പുളിക്കി സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ബിബിൻ്റെ പേരിലൊരു കേസുണ്ട്, അതുകൊണ്ട് പേപ്പർ റെഡിയാകത്തില്ലെന്ന് പറഞ്ഞു. ഞാനാകെ വിഷമിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ ആ പേപ്പറും ആയിട്ട് ഞാൻ ഇവിടെ ജോസഫച്ചനെ കാണാൻ വന്ന് എനിക്ക് ടോക്കനൊന്നും കിട്ടിയില്ല. ഞാനിവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ച്. എല്ലാവരും അച്ഛനെ കാണാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അവരെ കുറേ പേരെ എല്ലാം വിളിച്ച് മാറ്റി. കുറേ പെൺപിള്ളേർ വന്നിച്ച് അവർ അച്ഛനെ കാണാൻ വന്ന് നിൽക്കുക. കോളേജിൽ നിന്ന് വന്നെയാണ്. 6 പേരുണ്ടായിരുന്നു. അവരുടെ പുറകിലാണ് ഞാൻ. എനിക്ക് ടോക്കനൊന്നുമില്ല, ഈ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ.
ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഈ കോളേജ് പിള്ളേരോട് ചോദിച്ചു, ഉടമ്പടി എടുത്ത് എന്നാ എടുത്തത്, എന്നാൽ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അടുത്തത് ഞാൻ പേടിച്ച് അവിടെ നിന്നപ്പോൾ അച്ഛൻ എന്നെ വിളിച്ച് കൈയാട്ടി വിളിച്ച് കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ മകന് UK പോകാനാണ്, പേപ്പറെല്ലാം റെഡിയായി വന്നപ്പോൾ ഒരു കേസുണ്ടെന്നറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അച്ഛനെ കാണാം. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് പോയിക്കോ, പ്രാർത്ഥിച്ചാൽ മതി, ഞാനും പ്രാർത്ഥിച്ചോളാം, കേസൊക്കെ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. ഞാൻ പോയി. പിറ്റേ ദിവസം തിരുവനന്തപുരത്തു നിന്ന് ഒരു പേപ്പർ വന്നു. അവൻ്റെ കൂട്ടുകാരനെ അടിച്ചപ്പോൾ അവൻ ഇടയ്ക്ക് കയറിയത്. അന്നൊന്നും അവൻ്റെ പേരില്ല, അവനെ കൊണ്ടുപോയില്ല, വിളിച്ചു ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവന് കേസില്ലെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. 2 വർഷമായി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തിരുവനന്തപുരത്തു നിന്നൊരു പേപ്പർ വന്നു ഇന്ന കണക്ക്. അപ്പം സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വീണ്ടും തിരുവനന്തപുരത്തു നിന്നൊരു പേപ്പർ വന്നു. എന്താ നിങ്ങൾ ഈ പേപ്പർ കൈപ്പറ്റാഞ്ഞെന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന കണക്ക് മകനൊരു കേസുണ്ട്, അതുകൊണ്ടാണ് കൈപ്പറ്റാഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ആ സാറ് പറഞ്ഞു, ഇപ്പം ഇങ്ങനൊരു നിയമമുണ്ട്, പിള്ളേർക്ക് കേസുള്ള പിള്ളേർക്ക് 4 വർഷത്തേക്ക് പോകാൻ പേപ്പർ എഴുതി തരുമെന്ന് പറഞ്ഞു. ആ പേപ്പറിന് വേണ്ടി സാർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇവിടെ വന്ന് ഒരു വക്കീലിനെ കണ്ട് ആ വക്കീൽ കേസെല്ലാം ഏറ്റെടുത്ത്. അങ്ങനെ ഇരിക്കെ 4 വർഷത്തേക്കുള്ള പേപ്പർ 5 ദിവസത്തേക്കാവും വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ കോടതി വരെ ഒന്ന് പോകുമെന്ന് തിരക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം ജഡ്ജി ഇവനെ കണ്ടു. ചോദിച്ചു, നിൻ്റെ പേപ്പർ കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ വഴക്ക് പറഞ്ഞു. ആ ജഡ്ജി തന്നെ പേപ്പർ എഴുതി എത്ര വർഷം വേണേലും പോകാമെന്നും പറഞ്ഞു പേപ്പർ എഴുതി കൈ തന്നു. അവൻ അതുകൊണ്ട് ഇപ്പം അടുത്ത പോക്കിനുള്ള പേപ്പറുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് വെള്ളം അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിൽ വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ മാസവും ഞാനിവിടെ വരും. വരാൻ പറ്റുന്ന ചൊവ്വാഴ്ചകളിലെല്ലാം ഞാൻ വരും. ചൊവ്വാഴ്ച ഞാൻ ഉപവാസം എടുക്കും. അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. മദ്യപാനം ഒരു 10-25 വർഷമായി. ഇപ്പം മദ്യപിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. നിർമ്മല. ഞാനിവിടെ 2022 മെയ് മാസം 5-ാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അതിലാദ്യത്തെ ഉടമ്പടി ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് വെച്ചത്. 5 ഉടമ്പടി അവന് വേണ്ടി വെച്ചു. അതിൽ അവൻ എവിടെ ജോലിക്ക് പോയാലും ഒന്നിലും സ്ഥിരമായി നിൽക്കില്ല. 1 മാസം ജോലി ചെയ്യും, നമ്മൾ ഏജൻസിക്ക് പൈസ കൊടുക്കും. ചെയ്തതിന് ശേഷം അയാൾ ഏവിയേഷനാണ് പഠിച്ചത്, BBA ഏവിയേഷൻ. അങ്ങനെ ആ ജോലിക്കായിട്ട് ക്യാബിൻ ക്രൂ പഠിച്ചു. ആ ജോലി കിട്ടാതെ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പോയി. ആ സമയത്ത് 1 മാസം ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ആ മാസത്തെ ശമ്പളം പോലും വാങ്ങാതെ വേറൊരു ഏജൻസി ഏറെ ശമ്പളം തരാമെന്ന് പറഞ്ഞു, അതിന് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ വളരെ അവനെ കൊണ്ട് ഒത്തിരി വിഷമത്തിലായി. അങ്ങനെ ആയി. ഞാൻ 2020 അച്ഛൻ ഇവിടെ ധ്യാനം കൂടുന്ന സമയത്തെല്ലാം യൂട്യൂബിൽ, ഞാനും ബാംഗ്ലൂരിലായിരുന്നു, അപ്പം യൂട്യൂബിൽ കാണും, എല്ലാം ധ്യാനമൊക്കെ കൂടും. അപ്പോൾ അതെനിക്കൊന്നും അറിയത്തില്ല അതിനെപ്പറ്റി വ്യക്തമായിട്ട്. അങ്ങനെ ഇരിക്കെ കൊറോണ വന്നു. എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് വർക്കിന് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നു, HOCL. അങ്ങനെ ഞാനും വന്നു. അത് കഴിഞ്ഞ് മോനും അവിടെ കൊറോണയൊക്കെ ആയ സമയത്ത് എയർപോർട്ടൊക്കെ അടച്ചപ്പോൾ മോനും കൊച്ചിയിൽ വന്നു. അങ്ങനെ ഇൻഫോ പാർക്കിൽ അവൻ കയറി. അവിടെയും ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കിത് വേണ്ട, എനിക്ക് ക്യാബിൻ ക്രൂ തന്നെ വേണം. പക്ഷേ എയർപോർട്ടിലൊന്നും അന്നേരം ആളിനെയൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നിന് പൈസ കൊടുത്ത് പിന്നെ ലണ്ടനിൽ പോകണമെന്ന് പറഞ്ഞ് ആ പേപ്പർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയും കുറേ പൈസ ഞങ്ങളുടെ കളഞ്ഞ് ഞങ്ങൾ ആകെപ്പാടെ വിഷമത്തിലായി. എല്ലാം പണയം വെച്ചു കൊടുത്തുമൊക്കെ കൊടുക്കും. പക്ഷേ പുള്ളി നിരാശനാണ് എപ്പോഴും. പുള്ളി എനിക്ക് ആ ജോലി കിട്ടിയില്ല, എനിക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു ഇഷ്ടം, എന്നെ അതിന് വിട്ടില്ല, എപ്പോഴും പരാതികൾ മാത്രം. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം. അങ്ങനെ എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ തിരുവല്ല വന്നു, ബസ് കയറി.
ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഓരോരുത്തരോട് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളീ പത്രമൊക്കെ വായിക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ ഈ പത്രം കൊടുത്തപ്പം ഞാൻ കത്തിയിരുന്ന മെഴുകുതിരി ഊതിക്കെടുത്തി. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, മാതാവേ ഇത് എന്തുവാ കാണിക്കുന്നേ? അപ്പോൾ ഹസ്ബൻഡും വഴക്ക് പറഞ്ഞ്, നീ എന്തുവാ ചെയ്തതെന്ന്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, മച്ചി ഞാൻ അമ്മയോട് അത് ചെയ്ത ഉടനെ തന്നെ ഞാൻ താഴെ വന്ന് മാതാവിനോട് ക്ഷമ ചോദിച്ചു. ഞാൻ കൃപാസനത്തിൽ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നാലും ഒരു അലസ സ്വഭാവവും എവിടെയും നിൽക്കാഴുകയും എല്ലാത്തിനും ദേഷ്യവും വേണ്ടാത്ത വർത്തമാനങ്ങളും ഒക്കെ ഞങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ലണ്ടനിൽ പോകാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ക്യാബിൻ ക്രൂവിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്, ഞാനത് അറ്റൻഡ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ 3-4 ലക്ഷം രൂപയൊക്കെ കളഞ്ഞു, നീ ഇനി അതിന് തന്നെ ചെയ്താൽ മതി. പക്ഷേ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ ഇത്രയും രൂപ എൻ്റെ നഷ്ടമായി, ഇനി ഇതിനും കൂടെ പോയിട്ട് എന്നെ നഷ്ടപ്പെടുത്തരുതേ, ഞാൻ മകളുടെ സ്വർണ്ണമൊക്കെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി എന്നാൽ പോയി അറ്റൻഡ് ചെയ്യാൻ. ഇവൻ ബാംഗ്ലൂരിൽ പോയി. എന്നോട് പറഞ്ഞു, അമ്മച്ചി കിട്ടത്തില്ല, 800 പേരുണ്ട്, ഖത്തർ എയർവേസിലൊക്കെ ഉള്ളവരുമൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, എനിക്കിതൊരു കാരണവശാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കൾ അറ്റൻഡ് ചെയ്യേ, കാരണം നീ എന്നോട് പറഞ്ഞല്ലോ അമ്മ പ്രാർത്ഥിക്കണേ. അമ്മ ഞാൻ മാതാവിനോട് വന്ന് സാക്ഷ്യം പറയും, സത്യമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ബാംഗ്ലൂരിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നു, ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി.